ഹലോ ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എവിടെയാണെന്നറിയാമോ? നമ്മുടെ പാലക്കാടിൽ തന്നെ ഒരു ഫെസ്റ്റ് വെച്ചിരിക്കുകയാണ്, ഗുണ കേവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര പുറത്തുനിന്ന് കാണുന്ന വ്യൂ വളരെയധികം നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് എങ്ങനെയായിരിക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടനാഴികൾ ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കിങ്ങനെ ഒരു വരാന്തയിൽ എന്ന വണ്ണം ഇങ്ങനെ നടന്ന് നടന്ന് പോകാവുന്നതാണ്. അപ്പം എന്താ പറയുക, അവിടുത്തെ ആ ഒരു കളർ കോഡില്ലേ, ആ യെല്ലോ വിത്ത് ഗ്രീൻ, നമ്മുടെ കൊടൈക്കനാലിലുള്ള ഗുണ കേവിലെ. അപ്പോൾ ആ ഒരു തീമൊക്കെ വെച്ച് ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ നടക്കുന്ന ഒരു പോലെയൊക്കെ നമുക്കൊരു ഫീലൊക്കെ കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ആർട്ട് വർക്ക് കാണാനുള്ളത്. ഇരു സൈഡിലും ഒക്കെ ആർട്ടിഫിഷ്യൽ എന്താ പറയുക, തെങ്ങും അതുപോലെ തന്നെ കുറേ ഏറെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ക്രൗഡായിരുന്നു എന്ന് വെച്ചാൽ നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ മന്നം ജയന്തി ആ ദിവസമായിരുന്നു, ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ ജാനുവരി 2-ന് എല്ലാവരും തന്നെ ഒരുവിധം എല്ലാ കുട്ടികളും പാരൻസും ഒക്കെ തന്നെ നല്ലൊരു ക്രൗഡായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അന്നത്തെ ആ ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു അതായത് അതിലെ എന്താ പറയുക, പാറയിലുള്ള പാസാറും അതുപോലെ തന്നെ വാറാമല അങ്ങനെയുള്ള എല്ലാതരം പഴഞ്ചൻ നാച്ചുറലി ഉള്ള കാര്യങ്ങളൊക്കെ അവരത് സെറ്റ് ചെയ്ത് ഒരു പ്രത്യേകതരം നാച്ചുറൽ ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കണ്ടോ, മരങ്ങളുടെയൊക്കെ വേരുകൾ നല്ലപോലെ ഇങ്ങനെ ആഴ്ന്നിറങ്ങില്ലേ പാറയിലൂടെയൊക്കെ ഇങ്ങനെ അതുപോലെയൊക്കെ വളരെയധികം നന്നായിട്ടുള്ളൊരു ആർട്ട് വർക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ എന്താണെന്നുള്ളത് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ എൻട്രിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗുണ കേവ്. അപ്പം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുട്ടേട്ടാ എന്നുള്ള വിളികളും അതുപോലെ തന്നെ കൺമണി അൻപോട് കാതലൻ എന്ന് പറയുന്ന വരികളും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഗുഹയിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോഴും എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഇറക്കത്തിലേക്ക് പോവുക, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കി തരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ അവരുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വാറാമലയാണ് വെച്ചാലും പൂപ്പലാണ് വെച്ചാലും പിന്നെ വവ്വാലുകളാണ് പിന്നെ ആ മരത്തിൻ്റെ ചില്ലകൾ, മീൻസ് വേരുവള്ളികൾ, തായ് വേര് പടലം, നാരുവേര് പടലം, എല്ലാ പടലങ്ങളും ഇങ്ങനെ ശരിക്കൊരു എന്താ പറയുക, നാച്ചുറൽ ഫീലിംഗ് കൊണ്ടുവരും. അതിൻ്റെ ഇടയിൽ ഇതേപോലെ അസ്ഥികൂടങ്ങളും അങ്ങനെയൊക്കെ. അപ്പം പൊതുവെ കുറച്ച് ലൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു പേടി തോന്നിക്കുന്നൊരു ഇതൊക്കെ. പിന്നെ ഇതാണ് ഗോസ്റ്റൊക്കെ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ അലറുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ വോയിസ് ഓവർ ചെയ്യണമെന്ന് വെച്ചാൽ ഫുൾ ഓണായിട്ട് നമ്മുടെ കൺമണി അൻപോട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടേട്ട എന്നുള്ള വിളിയും സുഭാഷേ എന്നുള്ള വിളിയും ഒക്കെ ഒരു പിന്നെ അവരുടെ ഡയലോഗുകളുണ്ടല്ലോ. ഈ മഞ്ഞുമൽ ബോയ്സാണ് മെയിൻ തീം. മഞ്ഞുമൽ ബോയ്സിലെ ഡയലോഗുകളും അവരുടെ ഫ്രണ്ട്സായിട്ടുള്ള ഡയലോഗുകളും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ്, കോപ്പിറൈറ്റ് വരരുതല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണത്. പിന്നെ നല്ല ക്രൗഡിൻ്റെ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടും വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇങ്ങനെ ഗുഹയിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് വായിക്കാൻ അറിയാത്തത് കാരണം കൊണ്ട് അറിയില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കമൻറ്റ് ഗൈസ്, അതെന്താ എഴുതിയിരിക്കുന്നത്. പിന്നെന്താ, പാരൻസ് ആണ് കുട്ടികളൊക്കെ, ചില കുട്ടികളൊക്കെ ഈ വവ്വാലാണെന്ന് വെച്ചാലും അത് ആർട്ടിഫിഷ്യലാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ കുട്ടികൾ നിലവിളിക്കുന്ന നിലവിളികളാണ് വെച്ചാലും പിന്നെ ഈ ഗോസ്റ്റ്, പിന്നെ ആ എല്ലും കൊട്ടകളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഒരു പേടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പാരൻസൊക്കെ കളിയാക്കുകയാണ്, എടാ ഇതിങ്ങനെയാണ്. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ തീമാണ് ഇവിടെ അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അവിടെ തട്ടിങ്ങനെ വീണ് കിടക്കുന്ന സുഭാഷ്, രക്തത്തിൽ കുളിച്ചിരിക്കുന്ന സുഭാഷിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ പെട്ടെന്നൊരു പേടി തോന്നും കേട്ടോ. നമ്മളിങ്ങനെ ഫുൾ വവ്വാലുകളും വേരൊക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് ഇങ്ങനെ തലകിഴായി നിൽക്കുമ്പോൾ ഒരു ചെറിയ, അങ്ങനെയല്ല എന്നാലും ഒരു പേടി തോന്നി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഇങ്ങനെ നമ്മൾ ടേൺ ഓവർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ടേട്ടൻ ഇങ്ങനെ രക്ഷിക്കാൻ വരികയാണ്. അപ്പോൾ കുട്ടേട്ടനും സുഭാഷും
അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും എന്തിലേക്ക് പോവാണ്, ആ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെയ്ത്. എനിക്ക് തോന്നുന്നു ഗുഹ കഴിയാറായി തോന്നുന്നു. പക്ഷേങ്കിൽ ഗുഹ കഴിഞ്ഞിട്ടില്ല. ഗുഹ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേനും ആ അരുവികളൊക്കെ കാണത്തില്ലേ, അപ്പോൾ ആ ഒരു പോർഷനിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ കുട്ടേട്ടൻ ഞാൻ നിൽക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുഹയ്ക്ക് ഇനിയും ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ വാറാമലകൾ കണ്ടോ. അപ്പോൾ അതിൻ്റെ ആ സ്ട്രക്ചറും പിന്നെ ആ പൂപ്പൽ വെച്ച അങ്ങനെ നല്ലൊരു നാച്ചുറൽ തോന്നിക്കുന്ന രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് വളരെയധികം സ്ട്രക്ചറിങ് നല്ല ഗംഭീരമായിട്ട് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ, അതായത് ഗുഹയുടെ ഇടയിലും ഓരോരോ ചെറിയ ചെറിയ ഗുഹകളുണ്ട്. അപ്പോൾ ചിലവർക്കൊക്കെ അവിടെ പോയിട്ട് നമുക്ക് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസ് ഫ്രെയിമൊക്കെ രീതിയിൽ അവർ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നല്ല രീതിയിൽ അപ്പം ഒരു ആംബിയൻസൊക്കെ അവർ ബാക്കിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് എന്താ ഈ സ്കെൽട്ടൺ സ്ട്രക്ചറും പിന്നെ കുറേ കണ്ടോ പാത്രങ്ങളും, മീൻസ് പുരാതനമായിട്ടുള്ള പാത്രങ്ങളിൽ ഈ എന്താ അതിന് പറയുക, ഗിഫ്റ്റ് പണ്ടത്തെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇതുണ്ടോ ഈ ഒരു ഏരിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൽ ശബ്ദമൊക്കെ ഹ ഹ ഹ പറഞ്ഞുള്ള ചിരിയും ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുട്ടികൾ ആ പോർഷൻ എത്തുമ്പോൾ പേടിക്കില്ല. ചെറിയ കുട്ടികൾ, അതായത് ഒരു 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ ഏകദേശം പേടിക്കും. അങ്ങനെ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഹൈറ്റിലാണ് ഇത് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കൊരു ഗുഹ ഫീൽ ചെയ്യും. പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഗുഹയുടെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ അനിമൽസിനെ കാണാമല്ലോ. അപ്പോൾ ആ രീതിയിലൊന്ന് സ്ട്രക്ചർ ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എത്തുന്നതാണ് ഒരു ഇങ്ങനെ ഗുഹയിൽ ഇങ്ങനെ പോയി അതിൻ്റെ അടിയിൽ തന്നെ ഒരു അരുവി പോലെയൊക്കെ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മുടെ കമൽഹാസൻ സാറും, അതായത് ഗുണ എന്ന ഫിലിം ഉണ്ടല്ലോ, അതിലൂടെയാണല്ലോ ഗുണ കേവ് നല്ല സുപരിചിതമാകുന്നത്. 1991 മറ്റാണ് ഗുണ എന്ന ഫിലിം ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പിക്ക് അവരുടെ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ആ ബ്രിഡ്ജിൽ കൂടെ ചെറിയൊരു പാലം, അതിലൂടെ നമുക്കിങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ കയറി ഇറങ്ങാൻ പറ്റും. അവിടെ ഒരു ചെറിയൊരു അരുവി പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്രൗഡായിരുന്നു, നല്ല ബഹളമാണ് അവിടെ. എല്ലാവരും തന്നെ വളരെയധികം ആശ്ചര്യപൂർവ്വം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. എന്താ പറയുക, പിന്നെ നമ്മളിങ്ങനെ ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ആ മഞ്ഞുമൽ ബോയ്സ് 2024 ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സിലെ നമുക്ക് ഡയലോഗുകളാണെങ്കിലും ആ പാട്ട്, കൺമണി അൻപോടുള്ള പാട്ട്, പിന്നെ അങ്ങനെ മഞ്ഞുമൽ ബോയ്സിലെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ഇങ്ങനെ വോയിസ് ഓവർ കിട്ടും. അപ്പോൾ അത് നല്ലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വൈബിൽ അങ്ങനെ അത് നടന്നു പോകുമായിരുന്നു. അപ്പോൾ നല്ല രസമില്ലേ ആ ഒരു അരുവിയൊക്കെ ആയിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇനി പുറത്ത് ഇറങ്ങുമ്പോഴത്തേനും ആ ഗുണ കേവിൻ്റെ ഹിസ്റ്ററി ഓഫ് ഗുണ കേവ് എന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്തിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ ഉള്ള ഗുഹയാണ്. 91 കമൽഹാസൻ പിന്നെ ഷിക്കാർ 2010, പിന്നീട് 2024 മഞ്ഞുമൽ ബോയ്സ്, മറ്റനവധി ഫിലിമൊക്കെ. പിന്നെ അതിന് ശേഷം എന്താ പറയുക, പിന്നെന്താ പറയുന്നത്, ഇതിലെന്തൊക്കെയോ പറയുന്നുണ്ട്, വായിക്കണം. ദെൻ ബ്രിട്ടീഷ് ഓഫീസർ BS, അദ്ദേഹം 1812 കണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഡെവിൾസ് കിച്ചൺ എന്ന പേര് നൽകിയതും. അങ്ങനെ അത്രയും എത്ര ദൂരം ഉണ്ട് എന്നുള്ളതൊക്കെ ഗുഹയ്ക്ക് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, ഇവരാണ് താരങ്ങൾ. എറണാകുളത്തിലെ ഈ ഒരു ടീമാണ് റിയൽ ഹീറോസ്. അവരാണ് ഈ ഒരു ഫിലിം. ഇതൊക്കെ നമുക്ക് എല്ലാ മലയാളികൾക്കും ആണെച്ചാലും ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു അല്ലേ ഫിലിമല്ലേ. അപ്പോൾ പിന്നെ ഈ കഥകളൊക്കെ അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് വരുന്ന നമ്മൾ എല്ലാ ജനങ്ങൾക്കും ഈ കഥയും അതിൻ്റെ ചിത്രീകരണങ്ങളൊക്കെ ആ ഉള്ളിൽ കയറി ഗുഹയ്ക്ക് ഉള്ളിൽ കയറുമ്പോൾ ഒന്നും കൂടെ ആ ഫിലിമൊക്കെ ഓർമ്മ വരിക ചെയ്യുക. അപ്പോൾ അത്രയ്ക്കും രീതിയിൽ തന്നെ അത് അത്ര എല്ലാ മലയാളികളുടെയും മനസ്സിലങ്ങോട്ട് ഇടം നേടിയ ഒരു ഈ ഒരു പോർഷൻ നിങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തു കണ്ടോ ആ ഒരു ഇതിലേക്ക് കയറി വരുന്ന ആരൊക്കെ, സുഭാഷ്, കുട്ടേട്ടൻ സുഭാഷിനെ തൂക്കി ഇങ്ങനെ കയറി വരുന്ന ഗൈസ്. അപ്പോൾ അതൊക്കെ പിന്നെ അവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാം, കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും.
അപ്പോൾ അത് തന്നെ ആ ഫിലിമിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആണല്ലേ ആ ഒരു വടംവലി എന്ന് പറയണത്. അപ്പോൾ അതൊക്കെ അവിടെ കാണാൻ പറ്റും. അതാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ മൊത്തം തീമാണ് ഗുണ കേവ് എന്നുള്ള രീതിയിൽ ആ ഫെസ്റ്റ് നമ്മൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ ആ വോയിസ് ഓവറാണ് കൂടുതൽ ഇഷ്ടമാക്കിയത്. നമ്മൾ അതിന്ന് ഈ ഗുണ കേവിൻ്റെ പുറത്തിറങ്ങണ വരെയും നമ്മൾ ആ ഫിലിമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ മാളൂനെയും വെച്ച് നമ്മൾ ഗുണ കേവിൽ കയറുന്ന പോലെ മീൻസ് ആ ഗുണ കേവിൽ നിന്ന് വലിച്ചെടുക്കുന്ന പോലെയുള്ളൊരു ഫോട്ടോസൊക്കെ എടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ചങ്ങാടം വലിക്കണതിൻ്റെ പിക്കൊക്കെ എടുക്കാനും പറ്റും. മെയിൻ ഇമ്പോർട്ടൻസ് അതിനിപ്പോൾ മൂടി വെച്ചത്, അതായത് ആ ഗുഹയ്ക്കുള്ളിലാണ് വീണത്, ആ ഒരു ദ്വാരം ആണ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് അവിടെ നിന്നിട്ടും എല്ലാവരും. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫിലിം എനിക്ക് പലപ്പോഴും കുട്ടികളാണ് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അതും ഇതല്ലേ എന്ന് പറയുമ്പോൾ കുട്ടികൾ അത്രത്തോളം ആ ഫിലിമിനെ ഏറ്റെടുത്തു, അല്ലെങ്കിൽ അവരുടെ മനസ്സൊക്കെ കീഴടക്കിയിരിക്കുകയാണ് ആ ഫിലിം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തതാണ് പാരൻസ് ആണെച്ചാലും അമ്മമ്മമാരും അപ്പാപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ കഥ അറിയാം. എല്ലാവർക്കും ഈ ഒരു ഫിലിം എന്ന് പറയണത് ഭയങ്കര ഓളം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതൊരു ഒരു സെൻസേഷൻ ഉണ്ടാക്കിയൊരു കാര്യങ്ങളും കൂടിയാണല്ലോ. പിന്നെ നടന്ന കഥയും കൂടിയാണ്. പിന്നെ റിയൽ ആയതുകൊണ്ടായിരിക്കും ഇതിനൊരു റിയാലിറ്റി, ഈ ഒരു ഫെസ്റ്റിൽ റിയാലിറ്റി കൊണ്ടുവരുത്താൻ സാധിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ലണ്ടൻ ബ്രിഡ്ജൊക്കെ ആയിരുന്നു പാലക്കാട് ഫെസ്റ്റിൽ. പക്ഷെ നമുക്കത് നമ്മൾ പോയി കാണാത്തത് കാരണം കൊണ്ടും ലണ്ടൻ വരെ പോകാത്തത് കാരണം കൊണ്ടും നമുക്ക് ആ ഒരു ഫീല് അതിശയോക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല ഒരു രസമുള്ളൊരു ഫിലിം കണ്ടത്. പിന്നെ കൊടൈക്കനാൽ എന്നറിയുന്ന സ്ഥലമായതുകൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ഫീൽ കിട്ടിയൊരു ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഗുണ കേവ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും സ്നോ വേൾഡ്. അപ്പം കോയമ്പത്തൂർ ഇതുപോലെ ഒരു സ്നോ വേൾഡ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും ഒരു തീം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു സ്നോ ഫുൾ ഓഫ് എന്താ പറയുക ബീവർ കരടിമാരും അങ്ങനെയുള്ള നല്ലൊരു ആംബിയൻസ് അവിടെയും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ഞങ്ങളിങ്ങനെ എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് പെൻഗ്വിൻസ്. അപ്പം ആളും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. നല്ല ക്രൗഡ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എല്ലാവരുടെയും ഫേസ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ക്യാമറ മുകളിലേക്ക് ആക്കിയിട്ടുള്ള രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുവാണ്. നല്ല എന്താ പറയുക നല്ല ആർട്ട് വർക്കാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പം നല്ല കൂളിംഗാണ്. കൂളിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഫാനിൽ നിന്ന് നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ഫാൻ ഉണ്ടല്ലോ, എന്താ പറയുക ടേബിൾ ഫാൻ പോലെയുള്ള നല്ല വലിയൊരു ഫാൻ, ആ ഫാനിൽ നിന്ന് വരുന്ന കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായ്സ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഏട്ടയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വൈഫ് വിത്ത് ഫാമിലി അവരെന്നെ കണ്ടു. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. ഞെട്ടിപ്പോയിട്ടോ അവരെ കണ്ടപ്പോൾ. ഷീപ്പ ചേച്ചി കുട്ടികൾ ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ ആരെയും കണ്ടില്ലല്ലോ, ആരും ഇല്ലല്ലോ, പരിചയമുള്ള ആൾക്കാർ ആരും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തെയാണ് അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല സന്തോഷമായി. പിന്നെ ഒരു കൂട്ട് കിട്ടിയ പോലെ ആയല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരുമിച്ചായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടുത്തെ ആർട്ട് വർക്കിൽ നമ്മളിങ്ങനെ അതിശയിച്ച് നിൽക്കും. കാരണം ലൈറ്റ് അറേഞ്ച്മെൻ്റ് അയച്ചാണ് നല്ല രസമല്ലേ കാണാൻ. നിങ്ങൾ തന്നെ നോക്കൂ, നല്ല ഭംഗിയായിട്ട് അവർ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ നമുക്കവിടെ ഫോട്ടോസ് എടുക്കാനുള്ള ഓരോരോ അറേഞ്ച്മെൻറ്റുകളും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റും ഉണ്ട്. പിന്നെ നല്ല കൂളിംഗ് എഫക്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ തോന്നുകയില്ല. കാരണം അത്രത്തോളം ഈ സ്നോ വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ മഞ്ഞിൻ്റെ, അപ്പോൾ ആ മഞ്ഞിനെ അവർ കൂടുതൽ അവിടെ ആ ഫാനിൽ നിന്ന് വരുന്ന എന്താ പറയുക ഇങ്ങനെ മഞ്ഞ് ചീറ്റർമാരെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഫുൾ ഓഫ് മഞ്ഞായിരുന്നു. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ സ്നോ വേൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്യുഗ്രമായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ ഏരിയ ആണ്. അതായത്
എൻ്റെ പൊന്നേ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ, നല്ല ഫീലായിരുന്നു ആ ഭാഗത്തൂടെ നടക്കാനായിട്ട്. എന്താ പറയുക, നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴേ അറിയാം, അതിലൂടെ നടക്കുമ്പോൾ ഓ മൈ ഗോഡ് നല്ല രസമായിരുന്നു. ഇങ്ങനൊരു ആർട്ട് വർക്ക് നല്ല ഭംഗിയായി അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള നല്ല ക്രൗഡായത് കാരണം കൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ ഉന്തിത്തള്ളി ഇങ്ങനെ പോണ മാതിരി ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷെ ഇത് നിങ്ങൾക്ക് നോക്കൂ എന്ത് ഭംഗിയാല്ലേ, അയ്യോ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. വളരെയധികം നന്നായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴത്തേനാണ് ഇതിൻ്റെ ഒരു വേൾഡ് ഭയങ്കരമായിട്ട് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടല്ലേ, നല്ല ഒരു പൂക്കളൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യണമുണ്ട് അല്ലേ പൂക്കളിനെയൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഊട്ടിയിൽ ഗാർഡൻ ഫെസ്റ്റൊക്കെ മീൻസ് ഇത് എന്താ പറയുക, ഈ പൂന്തോട്ടത്തിന് എന്തോ ഒരു ഫെസ്റ്റ് വെക്കത്തില്ലേ ഊട്ടിയിൽ, അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേര് എനിക്ക് പറയാൻ മറന്നുപോയി ഗൈസ്. ഫ്ലവർ ഷോ, യെസ് ഫ്ലവർ ഷോ ആണത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫീൽ ചെയ്യുകയും ചെയ്തു എനിക്ക്. കാരണം മുകളിൽ കണ്ടോ ഫുൾ കുടയൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്, ഫുൾ ഓഫ് ആർട്ട് വർക്ക് എക്സലൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീസ് എനിക്ക് തോന്നുന്നു 80 രൂപയാണ് എൻട്രി ഫീസ്. അപ്പോൾ അതിനുള്ളതൊക്കെ കാണാനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അമ്മേ നല്ല രസമുണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് മുക്കിലും മൂലയിലും നിന്നും ഫോട്ടോ എടുക്കാൻ പറ്റും. അമ്മാതിരിയാണ് അവിടുത്തെ അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നേ. നമ്മളിങ്ങനെ ആന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും, അത്രയ്ക്ക് നല്ല രസമായിരുന്നു. കുഞ്ഞുങ്ങളാണേച്ചാലും പാരൻസ് ആണേച്ചാലും വളരെ എക്സൈറ്റ്മെൻറ്റ്, എല്ലാവരും ഫുള്ള് ഫോട്ടോയിലും വീഡിയോയിലും എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യും, നന്നായി എൻജോയ് ചെയ്യും. അത്രത്തോളം ഏരിയയിൽ അവർ കവർ ചെയ്ത് വെച്ചിരിക്കുക കാര്യങ്ങളൊക്കെ. നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണെച്ചാലും ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല ഭംഗിയിലായിരുന്നു. അപ്പോൾ മാളൂരും അടുത്ത്, അതാണ് അവൾ ഫോട്ടോ ഫേസ് ഒന്നും കൊടുക്കാതിരിക്കുന്നത്. പിന്നെന്താ, ഇതൊരു ബ്രിഡ്ജ് പോലെ, അതിലും ഫുള്ളും ഫോട്ടോ ഒക്കെ ഇട്ടൊക്കെ ഉണ്ടാവും. മാളൂരും അടുത്ത് അവൾ പിണങ്ങിയിരിക്കുക. അങ്ങനെ ഇനിയിപ്പോൾ പുറത്തോണം പറഞ്ഞിട്ട് കഴിഞ്ഞു, പുറത്ത് പോവന്നെ കഴിഞ്ഞു. ഈ ഒരു ഗുണ കേവ്, ദെൻ സ്നോ വേൾഡ്, ദെൻ ഈ ഒരു ഗാർഡൻ ഏരിയ, ഇങ്ങനെ 3 തട്ടിലായിട്ടാണ് അവർ തിരിച്ചിരിക്കണേ. നല്ലൊരു എന്താ പറയുക, എന്തേത് കറി, എനിക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങി, ഇനി അവളതിനെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആ ബ്രിഡ്ജ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഓൾ വീഡിയോ, മീൻസ് ഓൾ വീഡിയോ അല്ല, ഓൾ ഏരിയ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഇങ്ങനെ വരും, ഇതാ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഏരിയ കണ്ടോ, നല്ല രസമായിട്ടല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വാവ്. അപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള അറ്റത്തേക്കൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശമുള്ള ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടും. നല്ല രസമില്ല, നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയും അതിൻ്റെ ചാരുതയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും വിശ്വസിക്കുന്നു. അങ്ങനെ നല്ല ലൈറ്റ് അറേഞ്ച്, പിന്നെ കളർ കാണില്ലേ, കളർ തീമൊക്കെ എന്ത് രസമാണ് കാണാനായിട്ടില്ലേ, ലൈറ്റ് വിത്ത് പിന്നെ ഡാർക്ക് അല്ലേ, അങ്ങനെ നല്ലൊരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ആ ലൈറ്റുകളും കാര്യങ്ങളും വെച്ച് നല്ല രസത്തിൽ അവർ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗിയിലല്ലേ. ഇവിടെ നിന്ന് കാഴ്ച കാണുന്ന സമയത്ത് ദാശി ബീച്ച്, ദെൻ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുന്ന സമയത്ത് കണ്ടോ നല്ല ക്രൗഡ് ഉണ്ട് അല്ലേ, ഭയങ്കരമായിട്ട് ക്രൗഡ് ഉണ്ട്. പക്ഷെ ശരിക്കും ഗുണ കേവിൻ്റെ ഉള്ളിൽ തിക്ക് തിരക്ക് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത്തിരി ഫ്രീ ആയിട്ടുണ്ട്, കാരണം ഒരു വാസ്റ്റ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ടല്ലോ. കണ്ടോ അവിടെ നിന്നൊക്കെ പിക്ക് എടുക്കാനും നല്ല നല്ല ആംബിയൻസും കാര്യങ്ങളല്ലേ. ഓക്കേ, അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ആർട്ട് വർക്ക് നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് അവർ, നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ ഒരുക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അവിടുത്തെ പോർഷൻ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഇത്രയും രീതിയിലാണ് അവിടെ. ഇതാണ് ഷീ ബീച്ചിൻ്റെ മൂത്ത മോൻ.
അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളിനി പുറത്തിറങ്ങുവാണ്. ഇനി ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ ഇനി പുള്ളിക്ക് ഇങ്ങനെ തിരിച്ച് കയറാൻ പറ്റത്തില്ല. അങ്ങനെ പോവുകയാണ് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാനുള്ളൊരു ഇതാണ്. അപ്പോൾ ഇനി പുറത്തിറങ്ങി എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പം അവിടെ ഈ വളമാല അങ്ങനെയുള്ള ഐറ്റംസുകളും പിന്നെ പല പല ഷോപ്പുകളുണ്ടാവും അവിടെ. അപ്പോൾ അതിലൊന്നും നമ്മളങ്ങനെ നോക്കുക കാര്യങ്ങളൊന്നും മിക്കവാറും വാങ്ങലും ചെയ്യലും ഇല്ല. അപ്പോൾ പിന്നെ അതങ്ങനെ വിട്ടു. പിന്നെ ഇത് കുട്ടികളുടെ ഏരിയ ആണ്. കുട്ടികളുടെ ഏരിയയും പാരൻസിൻ്റെ ഏരിയയുമാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇതാണ്ടോ, ഇതൊക്കെ പാരൻസിൻ്റെ ഏരിയ. ആ തോണിയിലുള്ള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൈഡ്, ഈ വലിയ റൗണ്ടിലുള്ള റൈഡൊക്കെ. പക്ഷേ ഇതിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല സത്യം പറയുകയാണെന്ന് വെച്ചാൽ. പിന്നെ മാളൂന് ഈ ഒരു ഇതുണ്ടോ ഇങ്ങനെ, ഇത് ആദ്യമായിട്ട് അവൾ കയറുന്നത്. ഇത്ര ദിവസം പലപ്പോഴും ഇങ്ങനെയുള്ള ഫെസ്റ്റ് വരുമ്പോൾ അവൾ പറയുമെങ്കിലും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഷീബേച്ചിയുടെ ചെറിയ മോനുള്ളതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലും പിന്നെ അവൾ അങ്ങനെ വിട്ടു. അപ്പോൾ അത് അവൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് നല്ല രസത്തിൽ അവൾ ഒറ്റയ്ക്ക് കയറലും വീഴലും മറിയലും തലകുത്തി വീഴലൊക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ എല്ലാം അതൊരു ഇങ്ങനത്തെ ഒരു ടൈപ്പുള്ള ഇതായതുകൊണ്ട് അവർക്ക് അത്രയും പെയിൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. അവൾ പെയിൻ ഇല്ല എന്നാണ് പറഞ്ഞേ, വീണിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഒരു ഇതല്ലേ പറയാം, നല്ല ആസ്വദിച്ച് അവർ അങ്ങനെ അത് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതുണ്ടായിരുന്നു, എന്താ അതിന് പറയുക, ഈ റൈഡില്ലേ, ബൈക്കും കാറും വെച്ചിട്ടുള്ള ഭയങ്കരമായ റൈഡ്. ഇതിൻ്റെ ഉള്ളിലൂടെ അവരുടെ ഒരു അതിനെന്താ പറയുക, എനിക്കെന്താ പറയണമെന്ന് അറിയത്തില്ല. പക്ഷേ അവിടെ അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു ആ റൈഡിൻ്റെ ശബ്ദം. അതിൻ്റെ ഇടയിലായിരുന്നു ഞങ്ങളിതാ ഇവരേനെ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പേടികളുണ്ട്. അത് കാരണം ഞാനിപ്പോ നമ്മള് ഹോട്ടലിൽ പോവാൻ പോവാണ്. ഗുണ കേവ് പാലക്കാട് ഫെസ്റ്റ് പ്രദർശന നഗരിയിൽ ബോർഡുകൾ ബാനറുകൾ റേഡിയോ പരസ്യത്തിന് ബന്ധപ്പെടുക. ആദിത്യദാസ്, മൊബൈൽ നമ്പർ 99 61 36 20 64. സുവർണ്ണ പാരമ്പര്യത്തിൽ പരിശുദ്ധനാമം ഗംഗാജി ലെൻസ് ടിവിയിലോ. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു ഗുണ കേവ്? എക്സ്പീരിയൻസ് ഞങ്ങൾ ഗുണ കേവ് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ വളരെയധികം വലിയൊരു മഹാത്ഭുതം ഇവിടെ കാണുന്നു. അച്ഛനമ്മമാർക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന മക്കൾ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ന്യൂജൻ പിള്ളേരാണ്. അമ്മയും അച്ഛയും ന്യൂജനായിട്ട് ചിരിക്കുന്നു. ഇത് കാണാം, യൂട്യൂബിൽ ഭാഗമായിട്ട് കാണും. പൂവല്ലേ കുട്ടികളെ, പൂവല്ലേ നമ്മള് പൂവല്ലേ. ആ നടന്നോളൂ. അത്ര ദൂരത്തുനിന്ന് കാണുക കൂടില്ല. ആ വണ്ടി എടുത്തിട്ട് വാ, വണ്ടി എടുത്തിട്ട് വാ. മതി. ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ കാണിക്കേ. വൈബോടെ വൈബ് ഗൈസ്.
ആ കുഴപ്പമില്ല കുഴപ്പമില്ല. കൈ കഴുകുക, അവിടെ നിന്ന് കൈ കഴുകുക. എങ്ങനെയുണ്ട്? ഇരുന്നോ? ഓക്കെ, കാണുന്നുണ്ട്. സൂപ്പറാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഗുഡാക്കി വരണം, എൻജോയ് ചെയ്യണം. ഇതുപോലെ ഫ്രണ്ട്സിനെ കിട്ടിയാൽ നിങ്ങൾ സെൽഫി എടുക്കണം, വീഡിയോ എടുക്കണം. ഓക്കെ, ബൈ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.